ഡൽഹിയിൽ പ്രതാപ് നഗറിൽ 2 പേർ വെടിയേറ്റു മരിച്ചു. ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സുധീർ എന്ന ബണ്ടി, രാധേ പ്രജാപതി എന്നിവർ ആക്രമികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് സംഭവസ്ഥലം ഫോറൻസിക് വിഭാഗം പരിശോധിച്ചെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? അജ്ഞാതരുടെ വെടിയേറ്റ് 2 പേർ മരിച്ചത്. ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ സംഭവത്തിൽ സുധീർ എന്ന ബണ്ടി കൂടാതെ രാധേ പ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരെ വെടിയേറ്റ ശേഷം ബന്ധുക്കളും അടുത്തുള്ളവരും ചേർന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരണപ്പെടുകയായിരുന്നു. ആരാണ് വെടിവെച്ചത് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് പ്രതാപ് നഗറിൽ ഹർഷ് വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അക്രമികൾ ഇത്തരത്തിൽ വെടിയുതിർത്തത്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു. സുധീർ എന്ന ബണ്ടി, രാധേ പ്രജാപതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തുന്നത്. ഒപ്പം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, ആയുധം കൈവശം വയ്ക്കൽ, ഒപ്പം കൊലപാതകം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രതികളെ കണ്ടെത്താനാകും എന്നുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൃഷ്ണരാജ്. ശരി. ഡൽഹി പ്രതാപ് നഗറിൽ വെടിവെപ്പ്, 2 പേർ മരിച്ചു. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.